ഈ അരുൺ ചേട്ടന്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം, ഇപ്പോഴത്തെ ക്യാരക്ടറിന്റെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരികളൊന്നും ഇഷ്ടമല്ല. ഏത് സീരിയൽ എടുത്താലും സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, പക്ഷെ തിരിച്ചു നോക്കില്ല. എന്താണ് അങ്ങനെ സ്ത്രീകളോട് സൗന്ദര്യത്തെ വെറുക്കുന്ന എന്തിനാണ്? ജീവിതത്തിൽ അങ്ങനെ ആയതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെയാണോ? ജീവിതത്തിൽ സൗന്ദര്യ ആസ്വാദകനാണോ? പിന്നെ ഞാൻ ആസ്വദിക്കും. അതാ പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ആയതുകൊണ്ട് സീരിയലിലെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നല്ല സുന്ദരിയായിട്ടുള്ള ഹീറോയിനെ കൊണ്ടുവരും, അവസാനം എനിക്ക് ഇവരായിട്ടൊരു നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയം പോലും തരില്ല. സ്നേഹത്തോടെ ഒരു നോട്ടം പോലും നിങ്ങൾ അതുപോലും തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും ഇത് കാണൂ, ഇത് കണ്ടിട്ടെങ്കിലും തരട്ടെ. അതെ, 9 വേഷങ്ങൾ മാറാനുള്ള ഒരു അവസരം സീരിയൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു നായകന് കിട്ടുന്ന ഇദ്ദേഹത്തിനായിരിക്കും. സോ എന്തൊക്കെയായിരുന്നു ആ ഒരു ക്യാരക്ടേഴ്സ്? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി? പെണ്ണിന്റെ വേഷമുണ്ട്. ആ പെണ്ണിന്റെ വേഷം നന്നായിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല കണ്ണാണ് അരുണിന്റെ. അപ്പൊ പെണ്ണിന്റെ വേഷം ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്ന പോലെ. എന്താ പറയുക, അത് എൻ്റെ ലൈഫിൽ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം അത് ആൾക്കാർ മോശം പറയാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം. നമുക്ക് ഛായ മാത്രം ഉണ്ടായ പോരല്ലോ, നമ്മൾ ആ ഒരു മാനറിസം കൂടി ഫോളോ ചെയ്യണമല്ലോ, നടപ്പാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. ഒരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സാധനമായിരുന്നു. അതെ. അപ്പോൾ ഈ ഭാര്യ എന്ത് പറയുന്നു ഈ ക്യാരക്ടേഴ്സ് കണ്ടിട്ട്? അരുണിന്റെ റിയൽ വൈഫ് എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയാറ്? വൈഫ് അങ്ങനെ എന്താ പറയാ, ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറില്ല സത്യം പറഞ്ഞാൽ. അതെ, നന്നാവില്ല എന്ന് മനസ്സിലായി. പിന്നെ വൈഫ് വിചാരിക്കുന്നത് ഇത്രയും നാളെ എന്നെ തന്നെയല്ല കണ്ടോണ്ടിരിക്കുന്നത്, പിന്നെ ഈ ടിവിയിലും കൂടെ എന്നെ കണ്ടു ഞാൻ മടുക്കില്ലേ. ആ ഷൂട്ടിന് പോകുന്ന ഒരു 15 ദിവസം സത്യം. ഞാൻ അവിടുന്ന് ഷൂട്ടിന് ഇവിടെ വന്നിരിക്കുമ്പോ എനിക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി എന്റെ ഫോട്ടോ വെച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ വരുമ്പോ കിട്ടുന്നില്ലല്ലോ. എനിക്ക് സ്ഥിരം ദോശയും ഇഡ്ഡലിയും സെയിം സാധനം തന്നെയാണ്. ഞാൻ വരുമ്പോ എനിക്കൊന്നും പുതിയതായിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. ഞാൻ പോയി കഴിഞ്ഞാൽ, കണ്ടിട്ടും പോയി കഴിഞ്ഞാലാണ് എനിക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുള്ളതാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താ സത്യം എന്താണെന്ന്. അതും സത്യമായിരിക്കാം. ഇനി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിലെ വിശേഷങ്ങൾ പറയൂ. ഹസ്ബൻഡ്, കുട്ടി? ഹസ്ബൻഡ് അഡ്വർടൈസിങ് ഫീൽഡാണ്. എനിക്കൊരു മോനാണ്, മാധവ് എന്നാണ് പേര്, 6 വയസ്സ്. ഇപ്പോഴത്തെ അവന്റെ ക്രേസ് എന്ന് പറഞ്ഞാൽ ചെണ്ട കൊട്ടലാണ്. ഭയങ്കര ഇഷ്ടമാണ്. എവിടെ മേളം ഉണ്ടെന്ന് പറഞ്ഞാലും കേൾക്കാൻ പോവും. 2-3 മണിക്കൂറൊക്കെ നിന്നിട്ട് ആള് കേൾക്കും. അങ്ങനെയൊക്കെ. ഞാൻ കുറച്ചു നേരം നിൽക്കും, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് നിൽക്കും, അത് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ അമ്മ വന്ന് നിൽക്കും, എന്റെ അമ്മ വന്ന് മാറി മാറി നിന്നാലും അവൻ ഇങ്ങനെ കേട്ട് അതിന്റെ കൂടെ നിന്ന് കൊട്ടലും അങ്ങനെയൊക്കെ. പഠിപ്പിക്കാൻ ചേർത്തു അവനിപ്പം. ഒരു കുറച്ചു നാളെ ഒരാഴ്ചയായിട്ട് ഇപ്പം ജോയിൻ ചെയ്യിപ്പിച്ചു തൃക്കാക്കര അമ്പലത്തില്. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് കൊട്ടുന്നുണ്ട്. ഈ എന്തൊക്കെയാണ് വേറെ? അതായത് അഭിനയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഡാൻസ്, പാട്ട്, എന്താണ് പഠിച്ചതൊക്കെ? അറിയില്ല. ഭയങ്കര കോമഡി ആയിട്ട് എന്തോ ഒരു കോഴ്സാണ് ഈ കുട്ടി പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചത് എന്താന്ന് വെച്ചപ്പോ ഒരു ചിരി. അറിയാം, സ്വാസികയ്ക്ക് അറിയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടാട്ടോ. എനിക്ക് അറിയാം, പക്ഷെ പഠിച്ചത് എന്തോ ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. BA മ്യൂസിക്. പക്ഷെ ഞാൻ എവിടെയും പറയാറില്ല കേട്ടോ അത്. ചേച്ചിയുടെ അതായത് BA മ്യൂസിക് പഠിച്ചു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ക്ലാസിക്കൽ കച്ചേരി അങ്ങോട്ട് ആയാലോ? ആയിക്കോട്ടെ. പിടിച്ചോളൂ. അതിന് പിടിച്ചിട്ട് ക്ലാസിക്കൽ ഒരു കീർത്തനം അങ്ങ് പാടിക്കോളാ. കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. അത് പഠിച്ചതിന്റെ ഒക്കെ ഗുണമാണ് നമ്മൾ കാണുന്നത്. വെറുതെ പറയാണ് ഓ പാടാൻ അറിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ എളിമ, പക്ഷെ നന്നായിട്ട് പാടി. ആൻഡ് അരുൺ ചേട്ടൻ പറയൂ, അതായത് അരുൺ ചേട്ടൻ ഭയങ്കര ഈ എന്താ
ക്ലാസിക്കൽ ഡാൻസ് അല്ല മ്യൂസിക് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് മൃദുല എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമാണ് ഈ ചെണ്ട കേൾക്കാനും പഞ്ചവാദ്യം, ക്ലാസിക്കൽ മ്യൂസിക്, ഇഷ്ടമാണ്. പെയിന്റിങ്സ് എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, വരയ്ക്കരുത്, കണ്ട് ആസ്വദിക്കാൻ. അത് വെറുതെ അതിന്റെ ഭംഗി കളയരുതല്ലോ നമ്മള്. എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജിയാണ്. അതാണ് ഞാൻ ഏറ്റവും അധികം എനിക്ക് കിട്ടുന്ന പൈസ ചെലവാക്കുന്നത് ഏറ്റവും അധികം ഈ വക സാധനങ്ങളിലാണ്. അത് ശരി. അതായത് പുതിയ ഫോൺസും അതുപോലെ ഫോൺസ് ഉണ്ട്. എനിക്ക് അതിനേക്കാളും ഇപ്പം എനിക്കിപ്പോ ഒരു ക്രേസ് ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം ഓട്ടോമേഷൻ ആണ്. ഇപ്പൊ എന്റെ ഫ്ലാറ്റ് ഞാൻ ഹോം ഓട്ടോമേഷൻ അതായത് ഇപ്പം ബേസിക്കലി എനിക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും എന്റെ ഡോർ അൺലോക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ അച്ഛൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലത്തില്ല, ആര് വരികയാണെന്നുണ്ടെങ്കിലും എനിക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ വീട്ടിൽ എത്ര ഫാൻ കറങ്ങുന്നുണ്ട്, ഏത് സ്പീഡിലാണ് കറങ്ങുന്നത് നോക്കാം, അത് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതുപോലെ എൻ്റെ മകൻ എത്ര നേരം ടി വി ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്, ഈവൻ എനിക്ക് ഇവിടുന്ന് അനൗൺസ് ചെയ്യാം, ധ്രുവ് ടി വി ഓഫ് ചെയ്യൂ പറയാം, അത് ഓഫ് ചെയ്യിപ്പിക്കാം. അങ്ങനെ പറയുന്ന പോലെ അല്ലേ? അതുപോലെ നമ്മൾ അലക്സ സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് കത്തും.